ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതരവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, അത് ഊർജ്ജസ്വലമാണ്, അതിന് ചലിപ്പിക്കാൻ കഴിവുണ്ട്, അത് മൂർച്ചയേറിയതാണ്, ഏത് ഹൃദയങ്ങളെയും തുളച്ചു കയറുവാൻ തക്കവിധം മൂർച്ചയേറിയതാണ് ദൈവവചനം. ഇത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കൽ ഇഗ്നേഷ്യസ് ലയോള വചനം പ്രഘോഷിക്കുന്ന വേളയിൽ ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരൻ അതിലൂടെ കടന്നു പോകാനിടയായി. ഇഗ്നേഷ്യസ് ലയോള പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു തിരുവചനം ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. ആ വചനം ഇതായിരുന്നു: ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? സ്നേഹമുള്ളവരെ, ലോകമോഹങ്ങളിൽ പെട്ടുകഴിഞ്ഞ ഫ്രാൻസിസിനെ ഈ തിരുവചനം അടിമുടി മാറ്റി വികൃതിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് ഉയർത്തി. ഇതാണ് തിരുവചനം. സ്നേഹമുള്ളവരെ, ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 1 ഓരോ ദിവസവും ഓരോ വചനവുമായി ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതരവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, അത് ഊർജ്ജസ്വലമാണ്, അതിന് ചലിപ്പിക്കാൻ കഴിവുണ്ട്, അത് മൂർച്ചയേറിയതാണ്, ഏത് ഹൃദയങ്ങളെയും തുളച്ചു കയറുവാൻ തക്കവിധം മൂർച്ചയേറിയതാണ് ദൈവവചനം. ഇത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കൽ ഇഗ്നേഷ്യസ് ലയോള വചനം പ്രഘോഷിക്കുന്ന വേളയിൽ ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരൻ അതിലൂടെ കടന്നു പോകാനിടയായി. ഇഗ്നേഷ്യസ് ലയോള പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു തിരുവചനം ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. ആ വചനം ഇതായിരുന്നു: ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? സ്നേഹമുള്ളവരെ, ലോകമോഹങ്ങളിൽ പെട്ടുകഴിഞ്ഞ ഫ്രാൻസിസിനെ ഈ തിരുവചനം അടിമുടി മാറ്റി വികൃതിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് ഉയർത്തി. ഇതാണ് തിരുവചനം. സ്നേഹമുള്ളവരെ, ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 1 ഓരോ ദിവസവും ഓരോ വചനവുമായി ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതരവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും